ആഗോള അയ്യപ്പ സംഘം ഇപ്പോൾ ഒരു ദിവസം കഴിഞ്ഞ് രണ്ടാമത്തെ വാർത്തകൾ ഇങ്ങനെ ചാനലുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പല അഭിപ്രായമാണ് അതിനകത്ത്. ആഗോള അയ്യപ്പ സംഗമം പൊളിഞ്ഞു, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പിണറായി വിജയൻ തത്വമസിയുടെ തത്വം അനുസരിച്ച് അദ്ദേഹം തന്നെ പ്രഖ്യാപിക്കുന്നു, അദ്ദേഹം ഈ പറയുന്ന പോലെ അയ്യപ്പൻ്റെ ഭാഗമാണെന്ന് പ്രഖ്യാപിക്കുന്നു. അപ്പം ഇതിൻ്റെ അകത്ത് ഇപ്പോൾ വരുന്ന വാർത്ത അനുസരിച്ച് ഇപ്പോൾ സുജയ പാർവതിയും ഒക്കെ മറ്റുള്ളവർ ഭരണന്ത അയ്യപ്പ സ്വാമി ശരണയ്യപ്പ ഈ രീതിയിൽ. അപ്പം ഇത് ഈ പറയുന്നത് ചാനലുകൾ വിശദീകരിക്കുന്നത് അയ്യപ്പനുമായിട്ട് യാതൊരു ബാധ്യതയോ ശബരിമലയുമായിട്ട് യാതൊരു ബാധ്യതയോ അല്ലെങ്കിൽ അതിനകത്തൊരു ആത്മാർത്ഥതയോ ഒന്നുമില്ല. അവർക്ക് ശബരിമലയ്ക്കകത്തെടുത്ത നിലപാടിനകത്ത് വന്ന പോരായ്മ അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് കണ്ട് ആ പോരായ്മ അത് ഞങ്ങൾ ഈ അയ്യപ്പൻ്റെ കൂടെ അല്ലെങ്കിൽ ഇനിയും ഇങ്ങനെയായിരുന്നു, നിങ്ങൾ തെറ്റിദ്ധരിച്ചാണ്, അല്ലെങ്കിൽ നേരത്തെ ഉള്ള നിലപാട് ഞങ്ങൾക്ക് ബോധ്യം വന്നു ശരിയല്ലായിരുന്നു, അല്ലെങ്കിൽ ഇനി അത് തിരുത്താൻ പോവുകയാണെന്നൊക്കെയുള്ള രീതിയിലൊക്കെ വ്യാഖ്യാനം വന്നു. ഇതെങ്ങനെയാകും സാറേ ഇതിൻ്റെ ഒരു ഇതിനകത്ത് എനിക്ക് തോന്നിയ ഒരു പ്രശ്നം ഇതാണ്. ഒന്ന്, നമ്മളൊരു ഡയറ്റിയെ നമ്മൾ ആരാധിക്കുകയും അതേപോലെ തന്നെ അതിൻ്റെ ഭാഗമായി തീരാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ആത്മാർത്ഥതയാണ്. നിങ്ങൾ എത്രമാത്രം ഫുള്ളി ഡിവോട്ടഡായി ഇതിലേക്ക് വരുന്നു എന്നുള്ളത്. ആ ആത്മാർത്ഥതയുടെ വിഷയമാണ് CPM ഇതിനകത്ത് ഇടപെടുന്ന സമയത്ത് ഉയർന്നു വരും. CPMൻ്റെ അണികളിൽ 90% പേരും അയ്യപ്പ ഭക്തന്മാരാണ്, അവർ മലയവിട്ടുന്നവരാണ്, തർക്കമില്ലാത്തൊരു കാര്യമാണ്. പക്ഷേ ഈ CPM കൊണ്ടുകിടക്കുന്ന രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രത്യയശാസ്ത്രം എപ്പോഴും അവർ വ്യാഖ്യാനിക്കുന്നത് വൈരുദ്ധ്യാത്മക ഭൗതികവാദം എന്ന ഒരു സംവിധാനത്തിലൂടെയാണ്. ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം എന്ന് പറയുന്നത്. ഈ ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം എന്നത് അവർക്ക് മനസ്സിലാവുന്നില്ല, അതേപോലെ തന്നെ അത് കേൾക്കുന്നവർക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് ഇതൊക്കെ ഈ പ്രയോഗങ്ങൾ തന്നെ അപഹാസ്യമായിട്ടുള്ള പ്രയോഗങ്ങളായി മാറുകയാണ്. അതല്ല വേണ്ടത്. ശരി, ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസത്തിനകത്ത് ആക്ച്വലി ഈ ദൈവവിശ്വാസത്തിനും അതേപോലെ തന്നെ മതവിശ്വാസത്തിനുമൊക്കെ നിൽക്കാനായിട്ടുള്ള ഇടം കൊടുക്കുന്നത് അതിൻ്റെ ഡയലക്റ്റിക്സാണ്. ശരി, മെറ്റീരിയൽസ് മാത്രമായിരുന്നെങ്കിൽ ശരിയാണ്, ഇവർ ഭൗതികവാദികൾ മാത്രമാണ്, ഇവരെ ഇതിനൊന്നും അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഡയലക്റ്റിക്സ് അതിനകത്ത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അത് ദൈവവിശ്വാസത്തെയും മതവിശ്വാസത്തെയും ഏത് തരത്തിലാണ് സംഘർഷാത്മകമായിട്ടുള്ള രീതിയിൽ ഉൾക്കൊള്ളേണ്ടത് എന്ന് പറയുന്നൊരു പാഠം അതിനകത്തുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതൊന്നും മനസ്സിലാക്കാതെ പൊതുവെ കേരളത്തിൽ പഴയകാല കമ്മ്യൂണിസത്തിൻ്റെ ഒരു ഹാങ് ഓവറിൽ നിന്നുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമാകുന്ന എല്ലാവരും തന്നെ നിരീശ്വരവാദികളാണ് എന്ന് പറയുന്ന ഒരു വ്യാഖ്യാനമുണ്ട്. അതൊട്ടും ശരിയല്ല. ഇപ്പോൾ കേരളത്തിലൊക്കെ നിരീശ്വരവാദികളെ കാണാൻ പറ്റില്ല. എല്ലാവരും തന്നെ വിശ്വാസികളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അല്ലെങ്കിൽ ബഹുഭൂരിപക്ഷം ആളുകളും വിശ്വാസികളാണ്. വളരെ ചെറിയ എന്ന് വെച്ചാൽ 100 പേരെടുത്താൽ ഒരാൾ പോലും ഈ നിരീശ്വരവാദി എന്ന് വിശേഷിപ്പിക്കാവുന്ന വിഭാഗത്തിൽപ്പെടാവുന്നവർ ഉണ്ട് എന്നെനിക്ക് ആത്മാർത്ഥമായിട്ട് തോന്നുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ സാറ് ഞാനീ പറഞ്ഞ വളരെ കൃത്യമായിട്ടുള്ള ഒരു ഇദ്ദേഹത്തിൻ്റെ ആ ഒരു ഇതിനകത്ത് തോന്നുന്നത് എനിക്ക് തോന്നുന്നത് ഈ ഇടതുപക്ഷത്തിൻ്റെ അല്ലെങ്കിൽ ഈ തത്വത്തെയൊക്കെ കൃത്യമായിട്ട് പഠിച്ചിട്ട് അതിനെന്താണ് വേണ്ടതെന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എങ്ങനെയാണെന്നുള്ള രീതിയിലുള്ള ഒരു വ്യാഖ്യാനം എനിക്കത് ഇപ്പം തന്നെ കേട്ടപ്പോൾ തന്നെ. കാരണം അതിനകത്ത് പാടില്ല എന്നുള്ളത് ഇല്ല. സാർ പറഞ്ഞു, എനിക്കത് അറിയത്തില്ലായിരുന്നു സത്യം. എനിക്ക് അങ്ങനത്തെ ഒരു സംഭവമില്ല, പാടില്ല. അപ്പോൾ പാടുണ്ട്. പക്ഷേ ഇവിടുത്തെ ഈ പറയുന്ന ഇവരിങ്ങനെ ശീലിപ്പിക്കുന്നു. അതിൻ്റെ കുഴപ്പം കൊണ്ട് വന്ന അപാകത, അതായത് CPM എന്ന് പറയുന്ന പാർട്ടി കേരളത്തിൽ ഇപ്പം പണ്ട് ഇപ്പം ലെനിൻ്റെ അടുത്ത് കണ്ട് ഇവിടുന്ന് ആരണ്ട് എന്ന് വിപ്ലവം നടത്തണമെന്ന് പറഞ്ഞത്, അപ്പം നിങ്ങൾ അവിടുത്തെ സാഹചര്യത്തിൽ വിപ്ലവം നടത്താൻ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ അവിടെ വിപ്ലവം നടത്തിയ സാഹചര്യത്തിൽ ഇവിടെ വിപ്ലവം നടത്താൻ പറ്റത്തില്ലല്ലോ എന്ന് പറഞ്ഞതുപോലെ ഒരു കഥയുണ്ട്. അതിനെപ്പറ്റി എത്ര വാസ്തവം ഉണ്ടെന്നറിയും. ഇവിടെ ഏറ്റവും ഇന്ത്യ മൊത്തത്തിൽ പരിശോധിക്കുമ്പോൾ കേരളത്തിൽ എന്തുവാ, കേരളത്തിൽ CPMൻ്റെ നിലനിൽപ്പെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കളുടെ ഒരു പാർട്ടിയാണ്. നമ്മൾ പരിശോധിക്കുമ്പോൾ നാളെ കാലത്തെ വേറെ ഒരു സംസ്ഥാനം പരിശോധിക്കുമ്പോൾ അങ്ങനെ ആയിരിക്കണമെന്നില്ല. ഇവിടുത്തെ അവസ്ഥ. പക്ഷേ ഇവിടെ അവർ ചെയ്യേണ്ട കാര്യം അപ്പോൾ എന്തുമായിരുന്നു, അവരുടെ താല്പര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കുന്നവൻ്റെ താല്പര്യവും അവൻ്റെ വികാരവും അവൻ്റെ കാര്യങ്ങളും ഒക്കെ പരിഗണിക്കുമ്പോഴാണല്ലോ അതിന് കൂടുതൽ അവരതിൻ്റെ കൂടെ ചേർന്ന് നിൽക്കുന്നത്. ഇതിന് പകരം ഇവരെടുത്ത തീരുമാനങ്ങൾ ഒരുപക്ഷെ അവരുടെ ഈ സാറ് പറഞ്ഞതുപോലെ ഒരുപക്ഷെ നയിക്കുന്നവരുടെ തെറ്റിദ്ധാരണ കൊണ്ടാവാം, അല്ലെങ്കിൽ അതിനകത്ത് അല്ലെങ്കിൽ അവർക്ക് വേറെ ചില ആൾക്കാരുടെ ഡയറക്ഷനകത്ത് വന്ന അല്ലെങ്കിൽ ഇങ്ങനെ വേണം അങ്ങനെ മതി എന്നുള്ളത് എന്തുമായാലും അത് പാർട്ടിക്ക് യോഗ്യമല്ലായിരുന്നു.
അത് യോഗ്യമല്ലായിരുന്നത് കൊണ്ടാണ് അതിൻ്റെ റിസൾട്ട്. ജനാധിപത്യ പാർട്ടിക്ക് യോഗ്യമാണോ അല്ലയോ എന്നുള്ളത് എങ്ങനെ മനസ്സിലാവുന്നത്? അല്ലെങ്കിൽ ഇലക്ഷൻ തീരുമാനത്തിനകത്ത് അവർക്ക് ഈ പറയുന്ന വോട്ട് പോയി, അപ്പോൾ അവർ തിരുത്താൻ തയ്യാറായി. ഇപ്പം തിരുത്തിയപ്പം ഒരുപക്ഷെ അയ്യപ്പൻ്റെ ഭാഗമായിട്ട് വന്നു ഇതൊക്കെ പറയും എത്ര മസിൽ പിടിക്കുന്നവരും അല്ലെങ്കിൽ അതിനകത്തൊന്നും മാറ്റം വരാത്തതുമായിട്ടുള്ള നേതാവ് തന്നെ പിണറായി വിജയൻ. ഞാൻ അതിനകത്ത് അദ്ദേഹത്തിന് ചില കാര്യത്തിനകത്ത് എനിക്ക് അദ്ദേഹത്തോട് യോജിപ്പുള്ള ആളാണ്, മനസ്സിലായിട്ട്. ആരെന്ത് പറഞ്ഞാലും ഞാനൊരു തീരുമാനം എടുത്താൽ തീരുമാനമാണ്. ആ തീരുമാനത്തിനകത്ത് ആ തീരുമാനം ശരിയായി വരുമ്പോൾ പിന്നെ എന്നെ അംഗീകരിച്ചോളും എന്നുള്ള ആളാണ് അദ്ദേഹം. ഒരു പക്ഷേ ഇതിനകത്ത് തീരുമാനം പോലും അദ്ദേഹം മാറ്റി. അദ്ദേഹത്തിന് തന്നെ ആയിരുന്നു എൻ്റെ പൊന്ന് പിയേഴ്സൺ മാഷെ നിർബന്ധം പെണ്ണുങ്ങളെ കയറ്റണമെന്നുള്ള കാര്യം. ഞാനത് എവിടെയും പറയും, ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. പുള്ളിയുടെ ബോഡിയിലാക്കിയെങ്കിലും പുള്ളിയുടെ തീരുമാനം കൊണ്ട് ഇതിനകത്ത് അന്നത്തെ ദേവസ്വം ബോർഡും അല്ലെങ്കിൽ ആ മന്ത്രിയും ഇതിനകത്ത് നിൽക്കുന്ന പല മന്ത്രിമാരും അല്ലെങ്കിൽ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ ഉള്ളവർക്കില്ലാത്ത തീരുമാനമായിരുന്നു ഈ ഒരു തീരുമാനം. പല തീരുമാനവും CPM-നകത്ത് എടുക്കുന്നതിനകത്ത് പിണറായി വിജയൻ്റെ തീരുമാനത്തിന് മുൻഗണന കിട്ടുന്ന പോലെ ശബരിമല വിഷയത്തിലും ഈ തീരുമാനം എടുത്തത് പിണറായി വിജയൻ തന്നെയാണ്. തർക്കമില്ല, എൻ്റെ അഭിപ്രായം അങ്ങനെ തന്നെയാണെന്നാണ് എല്ലാവരും വിചാരിക്കുന്നു. അപ്പം പെണ്ണുങ്ങളെ കയറ്റുന്നതിനകത്ത് കനകദുർഗയോ ഏതാണ്ട് സ്ത്രീയുടെ അമ്മിണി ഇവരമ്മ അവിടെ തന്നെ എന്ന് കയറിയൊന്നുമില്ല, അവരെ കയറ്റിയതിന് ശേഷം മാധ്യമങ്ങൾ അദ്ദേഹത്തിൻ്റെ ചോദ്യം ചോദിച്ചപ്പോൾ ഒരു ചിരി സാറ് കണ്ടായിരുന്നോ? കയറിയോ, പെണ്ണുങ്ങൾ കയറിയോ എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഞാൻ കയറ്റിയതാ, നീയൊക്കെ നാളെ കാലത്ത് വീണ്ടും കയറും. പക്ഷെ ഇപ്പം അദ്ദേഹം അവിടെ വന്നിട്ട് എന്ത് പറയുന്നു? അടിയറവ് പറയുന്നു. നമ്മൾ പറയത്തില്ലേ പണ്ട് ശ്രീത്ത് കനകദുർഗയും അല്ലെങ്കിൽ ബിന്ദു അമ്മണിയും കൊണ്ട് അവിടെ കയറ്റി കഴിഞ്ഞിട്ട് നമ്മൾ അന്ന് ചാനലിനകത്ത് ശ്രീത്ത് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നു, എനിക്ക് ചെയ്യാതിരിക്കാൻ നിവർത്തിയില്ല, പിണറായി ഞാൻ എൻ്റെ ഭാഷയെ പറയും, പിണറായി വിജയൻ ഈ അമ്മിണിയെ കൊണ്ട് പോകണം അല്ലെങ്കിൽ ഈ ബിന്ദുവിനെ കൊണ്ട് പോകണം, കൊണ്ടുപോയൊക്കെ എന്തൊരു ജോലിയുടെ വിഷയമാണ്. അതിനുശേഷം ഈ ശിഷ്ടകാലം അങ്ങയുടെ അനുഗ്രഹം, ഈ മഹാപാപം ഞാൻ ചെയ്തു പോയി, അങ്ങയുടെ അനുഗ്രഹം ഇല്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഇതുപോലെ എല്ലാവരും ഇന്നലെ പിണറായി വിജയനോട് ചെയ്തത്. എന്നിട്ട് പിന്നെ ഇപ്പോൾ വരുന്ന വാർത്ത എന്തോ ഈ ദേവസ്വം ബോർഡ് വകുപ്പ് മന്ത്രി അയാൾ കോൺഗ്രസ്സുകാരനെ കണ്ടു, മന്ത്രിയല്ല പ്രസിഡന്റ്, അയാൾ കോൺഗ്രസ്സുകാരനായിരുന്നു. CPM-നകത്തോട്ട് വന്നതിനകത്ത് പുള്ളിക്ക് കൊടുത്ത പാരിതോഷികമാണ് രണ്ടുപേരത്. അദ്ദേഹം അവിടെ ഇന്നലെ ഈ ചാനലിനകത്തൊക്കെ വരുന്നത് ഞാൻ കണ്ടില്ല, ഈ സ്വാമിയെ അയ്യപ്പോ എന്ന് പറയും മുട്ടിയുരുട്ടി സ്വാമി അയ്യപ്പോ വിളിക്കുന്നതായിട്ട് പറയുന്നുണ്ട്. പിന്നെ അതായത് വളരെ വൾഗറായിട്ട്, അതായത് സ്വാമിയെ അയ്യപ്പോ അവിടെ മുദ്രാവാക്യമല്ല ശരണം വിളിച്ചുകൊണ്ടാണെന്ന് പോകുന്നത്. അതൊക്കെ ശരണം എനിക്ക് സ്വാമിയെ പണം തായോ, അയ്യപ്പോ പണം തായോ, ഇങ്ങനത്തെ ഉള്ള രീതിയിലൊക്കെ മുദ്രാവാക്യമാണ് വിളിച്ചത്. അല്ലെങ്കിൽ ഒരു പക്ഷേ നമ്മൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞെങ്കിലും അയ്യപ്പൻ്റെ അടുത്ത് കളിച്ച CPM, അയ്യപ്പൻ്റെ അടുത്ത് കളിച്ച പിണറായി വിജയൻ, അല്ലെങ്കിൽ ഈ ഗുരുവായൂർ ചെന്നിട്ട് ഇല്ല വെട്ടവിരിക്കുന്നിടത്തല്ലേ ഗുരുവായൂരപ്പൻ ഇരിക്കുന്നെന്ന് പറഞ്ഞ പിണറായി വിജയൻ ഒരു പക്ഷേ നാളെ കാലത്ത് മൂന്നാമത് അധികാരത്തിൽ വരുന്നതിന് വേണ്ടി അവിടെ പോയി സാഷ്ടാംഗം വിളി തത്വമസി ഞാൻ തന്നെയാണ് അയ്യപ്പൻ എന്ന് പറഞ്ഞ് മൈക്കിൽ കൂടെ വിളിച്ച് പറഞ്ഞ് അല്ലെങ്കിൽ മൈക്കിൽ കൂടെ പറയേണ്ട ഒരവസ്ഥ. അത്തരത്തിൽ ഈ 82-ാമത്തെ വയസ്സിൽ ഇതുവരെ ദൈവമില്ലെന്ന് പറഞ്ഞിട്ടുള്ള CPM അല്ല പിണറായി വിജയൻ, ഇതുവരെ ഇതിനെ അംഗീകരിച്ചിട്ടില്ലാത്ത പിണറായി വിജയൻ ഒരു പക്ഷേ എല്ലാവരും പറഞ്ഞ പോലെ അയ്യപ്പൻ പണി തരും, അയ്യപ്പൻ്റെ മുമ്പിൽ ചെന്ന് ഈ പറഞ്ഞ പോലെ സെന്തോന് പറഞ്ഞ സാഷ്ടാംഗം വീണ് പറഞ്ഞാലേ തീരുമാനമാകത്തുള്ളൂ. അങ്ങനത്തെ ഒരു തീരുമാനത്തിലേക്ക് പോയോ സാറേ? അല്ല, ഇത് പലതരത്തിലും ഇത് വ്യാഖ്യാനിക്കുകയും വായിക്കപ്പെടുകയും ചെയ്യും. അതിൽ നമ്മൾ ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഒരു പാർട്ടി ഒരു സമൂഹത്തിൻ്റെ മുന്നിൽ പാർട്ടിയെ അവതരിപ്പിക്കുന്നത്, പാർട്ടിയെ ഡിഫൈൻ ചെയ്യുന്നത് ഞങ്ങൾ എങ്ങനെയാണ് എന്ന് പറഞ്ഞു. ഇതുവരെ അവർ നിർവചിച്ച സ്വഭാവ സവിശേഷതകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള നിലപാടെടുക്കുമ്പോൾ അവർ പരിഹസിക്കപ്പെടും. അങ്ങനെയാണ് പിണറായി വിജയനോട് ഇവരെ ഈ കോൺഗ്രസോ BJP-യോ അല്ലെങ്കിൽ പൊതുസമൂഹമോ പറയുന്നത്, അയ്യപ്പൻ്റെ അടുത്ത് പോയി പണി വാങ്ങിച്ചില്ലേ എന്ന് ചോദിക്കുന്നത് അങ്ങനെയാണ്. മനസ്സിലായി? അപ്പോൾ അത് നമ്മളുടെ ഒരു വായനയാണ് സാധാരണ സമൂഹം. ഞാൻ പറയുന്നത് രാഷ്ട്രീയ പാർട്ടികൾ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലും അവർ സ്വയം റീഡിഫൈൻ ചെയ്യേണ്ടത് ആവശ്യമാണ്. ഞങ്ങൾ ഇന്നതാണ് എന്ന് കൃത്യമായിട്ട് സമൂഹത്തിനോട് പറയണം. ഞങ്ങൾക്ക് ദൈവവിശ്വാസമില്ല എന്ന് പാർട്ടിക്ക് തോന്നുന്നുണ്ടെങ്കിൽ പാർട്ടി അത് ജനങ്ങളോട് പറയണം. ഞങ്ങൾക്ക് ദൈവവിശ്വാസമുണ്ട് എന്നാണെങ്കിൽ അത് പാർട്ടിക്ക് പറയാൻ ജനങ്ങളോട്. ദൈവവിശ്വാസികളാണ് മുഴുവൻ ആളുകൾ എന്ന് പറയാൻ. അല്ലെങ്കിൽ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ദൈവവിശ്വാസമോ വിശ്വാസമില്ലായ്മയോ നിരീശ്വരവാദമില്ലായ്മയോ ഒന്നും പ്രശ്നമല്ല എന്ന് പൊതുവെ പറയുകയും പാർട്ടിയുടെ പൊളിറ്റിക്സ് ഉണ്ട്, ആ പൊളിറ്റിക്സ് ഇന്നതാണ് എന്ന് വ്യക്തമാക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം പ്രവർത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്യാം. പക്ഷേ കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും പൊതുസ്ഥിതിയിൽ മാർസിനില്ലാത്തതായ പല വിഷയങ്ങളെയും അഭിസംബോധന ചെയ്യാനായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ബാധ്യസ്ഥരാണ്. ദേ റെസ്പോൺസിബിൾ ടു ദാറ്റ്. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉയർന്നു വരുന്ന വിഷയങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന്
ജാതി സമവാക്യങ്ങൾ, ജാതി പ്രധാനപ്പെട്ട ഒരു സാധനം. ജാതിയെ ഒരിക്കലും മാർക്സ് അഭിസംബോധന ചെയ്തിട്ടില്ല. അതുപോലെ തന്നെയാണ് ഈ വ്യത്യസ്തമായിട്ട് ദൈവവിശ്വാസവും ആചാര രീതികളും, അതും മാർക്സ് അഭിസംബോധന ചെയ്തതായിട്ട് എനിക്ക് അറിയാൻ പാടില്ലാത്ത കാര്യം. ഇങ്ങനെയുള്ള ഈ വിഷയങ്ങൾ അഭിസംബോധന ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള പാഠം, അതിനാവശ്യമായിട്ടുള്ള ഹോംവർക്ക് കൃത്യമായി പഠിച്ച് നിർവഹിച്ച് അത് അവരുടെ അണികളിലേക്ക് പകരുകയും അത് പൊതുസമൂഹത്തിലേക്ക് പകരുകയും ചെയ്താൽ ഇപ്പോൾ CPM എത്തിപ്പെട്ടിരിക്കുന്ന ഈ ഒരു കോംപ്ലിക്കേഷൻസ് ഉണ്ടല്ലോ, ഈ സങ്കീർണമായിട്ടുള്ള അവസ്ഥ, അതിൽ നിന്ന് മുക്തി കാണാനായിട്ട് കഴിയും. അതല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഭരണന്ത അയ്യപ്പ ഭരണന്ത അയ്യപ്പ എന്ന് പറഞ്ഞ ആളുകൾ ഇവരിങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കും. അതാണ് പ്രശ്നം. അതെ അതെ, പിയേഴ്സൺ മാഷ് പറഞ്ഞതുപോലെ ഇപ്പം ഉണ്ടായ ഒരു തിരിച്ചറിവ് വളരെ കാലം കൊണ്ട് അല്ലെങ്കിൽ നാളെ കാലത്തെ തിരിച്ചറിവ് ഉണ്ടായിട്ട് മുന്നോട്ട് പോകും. അല്ലെങ്കിൽ എവിടെങ്കിലും എഴുതി വെച്ചിട്ടുള്ളതെല്ലാം അതൊരു പൊതുതത്വമായിട്ട് പ്രയോഗിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ള തിരിച്ചറിവ്. അതെ അതെ, അതാണ് പ്രശ്നം. മാർക്സിസ്റ്റ് പാർട്ടിക്കും അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനും ഒരു പക്ഷേ പരാജയങ്ങൾ സംഭവിച്ചിരിക്കുന്നതിൻ്റെ ഒരു പ്രശ്നം അവിടെ തന്നെയാണ്. എഴുതി വെച്ചത് വായിച്ചിട്ട് അതെങ്ങനെ പ്രയോഗിക്കണമെന്ന് അറിയാൻ വയ്യാത്തവർ അതെടുത്ത് വെച്ച് പ്രയോഗിച്ചു. അത് തന്നെയാണ് ഇപ്പം ഇവിടെ എല്ലായിടവും സംഭവിച്ചത്. പക്ഷെ ഇവിടെ പിണറായി വിജയനെ ഞാൻ അപ്പോഴും അംഗീകരിക്കുന്നു, തിരുത്തി അദ്ദേഹം സാഷ്ടാംഗം വീണു, അല്ലെങ്കിൽ വീണ് ചൊല്ലി മാപ്പ് പറഞ്ഞു. ഒരുപക്ഷെ അത് അദ്ദേഹത്തിൻ്റെ ഒരു ഇതുവരെ ഇല്ലാത്ത ഒരു തിരിച്ചറിവായിരിക്കും. ഒരു നാളെ കാലത്തെ മൂന്നാമതും പിണറായിക്ക് സാധ്യതയുള്ളൂ. നോക്കാം, നമുക്ക് കാത്തിരുന്ന് കാണാം.